നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബ്ല്യൂസിലെ പുതിയ സ്വാഗതം. ഇന്നത്തെ ഒരു ഡേമല്ലേ വ്ലോഗാണ്. ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ 6 മണിക്ക് എണീറ്റതാണ്. 6 മണിക്ക് എണീറ്റ് നമുക്ക് പണി ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പണിക്ക് പറമ്പ് നോക്കിയ സമയത്ത് പറമ്പ് റബ്ബർ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്നോട്ട് ശ്രുതി ഒന്ന് വീണ്ടും കിടന്നപ്പോഴേക്ക് അവർ 6:15 വിളിച്ചു പറഞ്ഞു ഇന്ന് റബ്ബർ വെട്ടുന്നത് ഇപ്പോഴാണ്, അപ്പോൾ കുറച്ച് എടുത്താന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പാലെടുപ്പ് എന്തായാലും ഒരു 9 മണി 10 മണിക്ക് സ്റ്റാർട്ട് ആക്കുള്ളൂ മാക്സിമം അല്ലേ. അതുകൊണ്ടാണ് വീണ്ടും കിടന്ന് തുടങ്ങിയിട്ട് എണീറ്റുള്ളൂ. സമയം 7:45 നമുക്ക് പെട്ടെന്ന് രാവിലത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പണിക്ക് പോകണം. സമയം പറയും നമ്മളാണെങ്കിൽ ഇവിടെ തന്നെ പല്ലിയേക്കണം. അതാണ് വീട് കാണിക്കാറുന്നത്. പല്ലിയേക്കണം കാണിക്കാത്തത് അതുകൊണ്ടാണ്. ഇതേ ശ്രുതി രാവിലെ കട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടർ അടിച്ചുകൊണ്ടിട്ടാണ് രാവിലത്തെ ഒരു ഇതൊക്കെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രുതി കട്ടർ അടിച്ചിരിക്കാം. നാരങ്ങ കട്ടർ അടിക്കായിരുന്നു, അതാണ് നല്ലത്. വയറൊക്കെ ലെമൺ ടീ വയറ് പറഞ്ഞാൽ നല്ലത്. ലെമൺ ടീ അടിച്ചോ. വയറിനൊക്കെ ഇച്ചിരി കൊഴുപ്പ് പോകാൻ നല്ലതല്ലേ. അതെ, മുള്ളമ്പന്നിലെ മുള്ള എന്തിനാണ് കണ്ടോ ഗൈസ്. ഈ ലെമണാണ് അവിടെ എനിക്ക് കിട്ടാൻ വേണ്ടി പോകണം. മുള്ളമ്പന്നിലെ മുള്ളു കൊണ്ട് കുത്തിച്ചിരിക്കാൻ ലെമണിൽ. ഇതിന്റെ പേരിൽ എനിക്ക് പോലെ ഇൻഫെക്ഷൻ അടിച്ച് ഞാൻ വല്ല ഇനി മുള്ളമ്പന്നിയെ പോലെ മുള്ളൊക്കെ വന്ന് അടിച്ച് ഒരു സംശയമുണ്ട്. സ്പൈഡർമാൻ ആയ പോലെ ഞാൻ മുള്ളമ്പന്നി ആവോ? തേങ്ങേ ആരുടെ ഫുഡൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ ചാവൂല, ഞാൻ മുള്ളമ്പന്നി അവസാനം. പിന്നെ മുള്ളൊക്കെ വിരിക്കുമ്പോൾ നീ എന്നെ അടുത്തെടുക്കുമ്പോൾ ഫുള്ള് നിന്റെ മേത്ത് കുത്തിക്കയറും. അപ്പോൾ പിന്നെ എന്നോട്ട് ഉണ്ടാവൂല. ആരെയൊക്കെ കേടാവാറായി. കേടായി കേടക്കളഞ്ഞേക്ക് അതൊക്കെ ഇല്ല, നാരങ്ങില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ കുടിക്കാം. കുഴപ്പമില്ല. ഓക്കെ കേട്ടെ, നീ താങ്കൾ എടുക്കുവാണെങ്കിൽ എനിക്ക് ഇരിക്കായിരുന്നു ഇവിടെ. മാവ് പാക്കറ്റ് പൊട്ടാറായി ഗൈസ്. ഗർഭിണിയെ പോലെ പുലർത്തിരിക്കും. ശ്രുതി കലത്ത് മാവ് വെച്ചപ്പോഴേക്കും മാവ് കലത്തിലും പുറത്തേക്ക് പൊങ്ങി വന്ന്. സാധാരണ പക്ഷെ ഇപ്രാവശ്യം പൊങ്ങി പുറത്തേക്ക് വന്നു. എന്തായാലും പൊങ്ങിയപ്പോഴേക്കും ശ്രുതി തിരിച്ച് വലിയ ചട്ടിയിലാക്കി. ഇനി പുറത്തേക്ക് വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഇടിച്ചമ്പ് സെറ്റായിട്ട് നിൽക്കാം മാവ്. ഇതിനാണ് ശരിക്കും മാവ് കലക്കേണ്ടത്. ഇതാണ് പാകം. ഇതിനോട്ട് ചെയ്താൽ പോരായിരുന്നു ആദ്യമേ. ചെയ്താൽ പോരായിരുന്നോ? ഇത്രയും മാവ് വരാറില്ല, അതാണ് ശ്രുതിയുടെ കാരണം. എന്തായാലും പെട്ടെന്ന് വാ. നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് പേരുക്കൂടെ പോകണ്ടേ. എണീച്ച് പെട്ടെന്ന് വാ. അത് കുടിക്കാം. നീ ഇപ്പൊ ഇതാന്ന് ചെയ്യും. നാളെ പുളിച്ചിട്ട് അപ്പത്തിൻ്റെ മാവിലെ സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അവസ്ഥ കേസ് പൊങ്ങി പുറത്തേക്ക് വരും. അത് ശ്രുതി ഇന്നാണ് മനസ്സിലാക്കണത്. ഇനി ചെയ്യൂല. സാധാരണ അത്രയും പുളിച്ച അപ്പത്തിൻ്റെ മാവ് ഉണ്ടാവാറില്ല, ഓർമ്മയുണ്ടാ? അന്ന് അപ്പത്തിൻ്റെ മാവ് വാങ്ങിച്ചോ അത്രയും പുളിച്ചുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പൊങ്ങിയില്ല. ലൈറ്റായിട്ട് ഒരു 1/2 ഗ്ലാസ് വെച്ചാൽ മതി. ഓവറായിട്ട് വെള്ളം വെച്ചിട്ട് പിന്നെ വരാതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതറിയാമല്ല. സമയത്ത് രാവിലെ അപ്പം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നാവണം. അപ്പൊ കള്ള് വെച്ചിട്ടുണ്ടോ? അതായിരിക്കും. പെട്ടെന്നായിക്കോട്ടെ. പണിക്കുന്ന സമയം ചമ്മന്തി അരക്കണം. സാമ്പാറുണ്ടല്ലോ, കുഴപ്പമില്ലല്ലേ. കേടായി കുഴപ്പമില്ല. ചമ്മന്തി അരിക്കാം. ചമ്മന്തി വെച്ച് കൂട്ടി കഴിക്കാം. അപ്പം ചമ്മന്തി രാവിലെ ഇച്ചിരി വെള്ളം പോലെ അടിച്ചോട്ടാ. ശ്രുതിക്ക് പാടില്ല, അപ്പൊ വയറുവേദന എടുക്കുന്നുണ്ട്. കുറച്ച് കഴിച്ചാൽ അധികം കഴിക്കണ്ട. വെള്ളം കൂടി പണി പാടുന്നു. എന്താ ശ്രുതിയുടെ കുക്കിങ് നടക്കട്ടെ. ശ്രുതിയുടെ ഗൈസ് അപ്പത്തിന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടാക്കി ഓർമ്മട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചമ്മന്തി അരച്ചിട്ട് വേണം പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങി ഓടാൻ പണിക്ക്. നമുക്ക് പണിയുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിവിടെ എന്താണ് പണിയില്ലാതെ എങ്ങനെ ജീവിച്ചു പോകുന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഈ വീഡിയോ നമുക്ക് പണിയുണ്ട് ഗൈസ്. എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതാണ് കാര്യം. പക്ഷെ എങ്കിലും ഇന്ന് നമ്മൾ എടുക്കുന്നതായിരിക്കും ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. കാരണം പണി എന്താണെന്നല്ല കാരണമില്ല. നമ്മൾ പണിക്ക് പോകാതെ എങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്നു എല്ലാവരും പറയണം. നമ്മളടുത്ത് കമൻസൊക്കെ ഭയങ്കര സുഖമാണ് എന്നെല്ലാവരും പറഞ്ഞ് ഒരു പണിയെടുക്കാതെ നമ്മളോട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാന്ന്. അതെങ്ങനെ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുക?
അങ്ങനെ ഞാൻ പറയും. അപ്പോൾ പണി എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഓൾറെഡി കാണിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും ഇൻസ്റ്റാഗ്രാമിൽ കമൻസ് വരുന്നുണ്ട് നല്ല പണിയെടുത്ത് ജീവിച്ചു നിങ്ങൾക്കൊക്കെ എന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് പണിയുണ്ട് ഓൾറെഡി. നമ്മൾ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം എന്താണ് നമ്മൾ പണി എന്നൊക്കെ. പണി എന്താണെന്ന് അറിയാതെ നമ്മൾ പണിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നറിയാതെ ഒരുപാട് ആളുകൾ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. ആണ് വേറൊരു പ്രശ്നം. അത് അങ്ങനെയാണല്ലോ അല്ലേ ശ്രുതി? അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചൊറിഞ്ഞോണ്ട് നടക്കുന്നത്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നതാണ് പറയുന്നത്. അവർക്കുള്ള പണി ദൈവം കൊടുത്തോളും, അല്ലാന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കുള്ള പണി എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡേ മൈ ലൈഫ് വർക്കുള്ള ദിവസമൊക്കെ എടുക്കാൻ കാരണം. ഇന്നലെയൊക്കെ എടുക്കായിരുന്നു, പക്ഷേ ഇന്നലെ നമുക്ക് വർക്ക് ഉണ്ടായില്ല. ഇന്ന് നമുക്ക് വർക്കുണ്ട്. അവർക്ക് ആ വെട്ട് നമുക്ക് ശരിക്കും എല്ലാ ദിവസവും പണി ഉണ്ടാവാറുണ്ട്. പിന്നെ വെട്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രാവിലെ 6 മണിക്ക് പണി കൊടുക്കും. പക്ഷേ ഇന്ന് ആ ചേട്ടൻ പല്ലുവിനൊക്കെ ആയിട്ട് 3 ദിവസം വെട്ടായിരുന്നുകൊണ്ട് ഇന്ന് വെട്ടിയപ്പോൾ പുള്ളി രാവിലെ ഒന്ന് വെട്ടിയത്. ഇവിടെ പങ്കാത്തവരും വെട്ടിയേനെ. അവർ വെട്ടാൻ ലേറ്റായതുകൊണ്ടാണ് നമുക്ക് പണി തുടങ്ങാൻ സമയം. അപ്പോൾ വെളുപ്പങ്ങാലത്ത് 6 മണിക്ക് സാധാരണ പണി തുടങ്ങാറ്. പക്ഷേ ഇന്ന് റബ്ബർ വെട്ടുന്ന ചേട്ടനും വയ്യാത്തതുകൊണ്ട് പുള്ളിൻ്റെ പല്ലുവിന് മാറാത്തതുകൊണ്ട് 3 ദിവസം വെട്ടിയിട്ടില്ല, വേറെ കാര്യം. അതിനുശേഷം വെട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഇന്ന് വെട്ടിയപ്പോൾ വെളുപ്പങ്ങാലത്ത് വെട്ടാൻ വേണ്ടി വിചാരിച്ചായിരുന്നു നോക്കിയത്. പക്ഷെ പറ്റാത്തതുകൊണ്ട് ഒരു 6 മണിക്ക് വെട്ടിയത്. അപ്പോൾ 6 മണിക്ക് അതുകൊണ്ട് പുള്ളിക്ക് പറ്റിയില്ല. അതുകൊണ്ട് റബ്ബർ തോട്ടത്തിൽ നമുക്ക് പണി ഇന്ന് തുടങ്ങുന്നത് എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മൾ അതാണ്. പിന്നെ നമ്മൾ വേറെ ഏതൊരു ഡേ മൈ ലൈഫിൽ റബ്ബർ തോട്ടത്തിൽ പണിയൊക്കെ ഉൾപ്പെടുത്തി വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണ് ഈ പറഞ്ഞ പോലെ ഒച്ചപ്പാടുമ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആണ് വേറൊരു കാര്യം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണിക്കുന്നുണ്ട്, എന്നിട്ടും പലയിടത്തും പലരും വന്നിട്ട് വല്ല പണിക്ക് പോയിക്കൂടെ, ശ്രുതിക്കോലെ പണിക്ക് പോയിക്കൂടെ, ആർജക്കല വയ്യാത്ത ശ്രുതിക്കോലെ പണിക്ക് പോയി ജീവിച്ചൂടെ എന്നെ കൊണ്ട് ഭയങ്കര എന്ന് പറയുന്നതുകൊണ്ട് ഗൈസ് ശ്രുതിയാണ് പണിക്ക് പോകുന്നത്, ഞാനും കൂടെ പണിക്ക് പോകുന്നുണ്ട്. രണ്ടാളും കൂടി ചേർന്നാണ് പണി എടുക്കുന്നത്. രണ്ടാളും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ജീവിച്ച് പോകുന്നത് അല്ലേ ശ്രുതി? എന്നിട്ടും പ്രശ്നങ്ങളോ നെഗറ്റീവ്സ് പറയുന്നത് ഒരു കുറവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കാൻ തോന്നുന്നു, അറിഞ്ഞൂടാ. അപ്പോൾ കഴിച്ച് നമ്മൾ അപ്പം വെള്ളയപ്പം അല്ല അപ്പം കല്ലിട്ടാക്കി അപ്പം ചമ്മന്തി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ശ്രുതി വേണമെന്നുണ്ട് എൻ്റെ പ്ലേറ്റ് കൈയിട്ട് വരികയാണ്. എങ്ങനെയുണ്ട് ശ്രുതി? 30 രൂപ നോക്കിയാൽ ഓക്കെ ഞാൻ കഴിക്കട്ടെ. ഫസ്റ്റ് ഞാൻ കഴിക്കട്ടെ. ശ്രുതി കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിശപ്പില്ല, നമുക്ക് വയറ് പച്ചമുളക് അരച്ചാണ് പഴുത്തു. ഞാൻ കഴിക്കട്ടെ. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഈ ഇടക്കിടയ്ക്ക് ഇത് കാണുന്നത് ശരിക്കും പറഞ്ഞാല് പച്ചമുളക് പഴുത്ത് ചുവന്ന് പോയതാണ് കേസ്. അതാണ് അടിപൊളിയായിട്ടുണ്ടാ? അപ്പം കുഴപ്പമില്ല. അപ്പോൾ കേസ് നമ്മൾ പണിക്കിറങ്ങിയിട്ട് നമുക്ക് റബ്ബർ തോട്ടത്തിൽ അവർ വെട്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പാലെടുക്കണം നമ്മുടെ ജോലി. ശ്രുതി താഴെ പോയി കാല് ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ശ്രുതി പോരും. അപ്പോൾ എന്നിട്ട് മലയുടെ മുകളിൽ അറ്റത്ത് നമ്മൾ എടുത്തു തുടങ്ങി താഴെ ഒരിടത്ത് വരണം. ഒരു 10-700 മരമുണ്ട് ഇവിടെ, കൂടാതെ വേറെ അപ്പുറത്ത് മലകളുണ്ട്. അപ്പോൾ എല്ലായിടത്തും എടുത്തിരുമ്പോൾ നല്ലൊരു സമയമാവും. അപ്പോൾ ശ്രുതി എന്തായാലും ബക്കറ്റൊക്കെ എടുത്തു പോയിട്ട് കാല് ബക്കറ്റ് ശ്രുതി താഴെ ഷെഡിൽ നിന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി ബക്കറ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് റബ്ബർ പാലെടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മളെ പണി ഇവിടെ റബ്ബർ തോട്ടത്തിൽ പാലെടുക്കലാണ്. 10-700 മരങ്ങളുണ്ട് കേസ്. എല്ലാ മരത്തിലും പോയിട്ട് കുനിഞ്ഞിന്ന് റബ്ബറിൻ്റെ ചിരട്ടി എടുത്ത് വടിച്ച് വൃത്തിക്ക് പാലെടുക്കാം ആണ് പണി. നിങ്ങൾ ജസ്റ്റ് പറയുമ്പോൾ വല്ലാണ്ട് തോന്നില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 700 മരമൊക്കെ ഒരു ദിവസം എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നടുവ് പൊടിഞ്ഞ് ചാവണത് അറിയാൻ പറ്റൂല ശ്രുതി. അപ്പം അറിയാൻ നടുവ് പൊടിഞ്ഞ് ചാവണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂവൊക്കെ തേച്ചിട്ടാണ് പണി എടുക്കുന്നത്, അത് വേറെ കാര്യം. അത് ശ്രുതിക്ക് അറിയാം. നമ്മൾ റീൽസിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത്, അപ്പോൾ റീൽസ് കാണുന്നവർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയാം. അപ്പോൾ നല്ല പണിയുള്ള നമ്മളെ കട്ടപ്പണിയൊക്കെ തന്നെയാണ്, അത് വേറെ കാര്യം. അത്ര ഈസി ആയിട്ടുള്ള പണിയല്ല, ആണ് അതിൻ്റെ വേറൊരു സത്യം അല്ലേ ശ്രുതി? ഇത് എനിക്കുള്ള ബക്കറ്റാണ്. മാക്ക് ചെറുതൊന്നുണ്ട്, ശ്രുതിനകത്തുണ്ട്. അത് ശ്രുതിയുടെ ചെറിയ ബക്കറ്റാണ്. ആ ശ്രുതിയുടെ ബക്കറ്റ്. ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം അല്ലേ? നീ അതൊന്നും വലിക്കേണ്ട ആവശ്യമില്ല, കിടന്നോട്ടെ. ശ്രുതിക്ക് വട്ടായി അല്ലെങ്കിലേ ഇവിടെ നടുക്ക് കൂടി ഒരു വള്ളി പോലെയുണ്ട്, അത് ഒഴിക്കാൻ വരും. അപ്പോൾ ശ്രുതി അവിടെ പോകുന്നത് അവിടെ ബക്കറ്റ് വെക്കാണ്ട്, കാരണം ഷീൽഡ് ഇല്ലാത്ത സെക്ഷൻ അപ്പുറത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ ബക്കറ്റ് വെച്ചിട്ട് വരും. എന്നിട്ട് മലയുടെ മുകളിൽ പോവാം. ഷീൽഡ് ഇല്ലാത്ത എടുക്കുമ്പോൾ അത് വേറെയാണ്. അതെന്ന് വെച്ചാൽ
എല്ലാ മലയാളിയുടെ ഇവിടുത്തെ മാമൻ്റെ ചേട്ടൻ്റെ അനിയൻ്റെ എന്തുമാണ് ആളുടെ ഷീൽഡ് ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഷീൽഡുള്ളത് മാമൻ്റെയാണ്, അത് സെപ്പറേറ്റ് എടുക്കുക അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കണക്ക് കിട്ടാൻ വേണ്ടിയാണ് അത് അവിടെ കൊണ്ടുവെക്കുന്നത്. കാലി ബക്കറ്റ് ശ്രുതി പോയതിന് ശേഷം കണ്ണാമൂടി മലയുടെ മുകളിൽ പോയിട്ട് അവിടെ നമ്മൾ പണി തുടങ്ങും. പാലെടുക്കുന്നത് പണി തീർത്തിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് പണി ഇറക്കണം. എന്നിട്ട് നമുക്ക് പേരൂർക്കട വരെ പോകാണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ കൃഷ്ണ ചേച്ചി നമുക്ക് നമ്മുടെ ചാറിൻ്റെ വള്ളി കമ്പനിയിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടി പോയൊരു ട്രാവൽ ഒക്കെ കണ്ടു കാണും. പക്ഷേ അത് ചാറിൻ്റെ വള്ളി വാങ്ങാൻ പറ്റിയില്ല, കാരണം പൈസ കൂടുതലായിരുന്നു, അതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണ ചേച്ചിയുടെ അടുത്ത് എക്സ്ട്രാ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി നമുക്ക് തരാൻ നോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചാറിൻ്റെ വള്ളി വാങ്ങാൻ വേണ്ടി നമ്മൾ പേരൂർക്കട വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പോയി വാങ്ങിയിട്ട് വരാം. അതൊക്കെ ചേച്ചിയുടെ ഹസ്ബൻഡ് കൊച്ചിനെ വിളിക്കാൻ വേണ്ടി വരും അവിടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോയി ഇതായിട്ട് വരാമല്ലോ. പാല് കുറവല്ലേ, വേനൽ തുടങ്ങിയാൽ പാല് കുറയും, അതല്ലേ അതിൻ്റെ ഒരു ഇതും അല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ. നമ്മൾ മലയാളി പോവാണ്, നമ്മൾ പണിക്കിറങ്ങി. അപ്പോൾ ഇതാണ് കഴിച്ച് നമ്മളെ പണി. അപ്പോൾ പണി എടുക്കുന്നില്ല എന്ന് ആരും പറയരുത്, ഇല്ല ശ്രുതി. നമുക്ക് നല്ല പണി, കട്ട പണിയുണ്ട്, ആണ് അതിൻ്റെ സത്യം. പറ്റൂല, കയ്യിലൊക്കെ പാലും കറിയൊക്കെ ആകും, മൊത്തം പണിയായിരിക്കും. അതുകൊണ്ട് പാലെടുത്തു തുടങ്ങി നമ്മൾ വീഡിയോ എടുക്കൂല. അപ്പോൾ എടുത്തു തുടങ്ങുമ്പോൾ ഫസ്റ്റ് ശ്രുതി എടുത്തു തുടങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. ഞാനും തുടങ്ങും കൂടെ തന്നെ. അതുകൊണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്നത് കാണിക്കാൻ പറ്റില്ല. കഴിച്ചത് മുകളിലേക്ക് തികട്ടി വന്ന് എരിവ് കറി ചെറുനെഞ്ചിൽ. അപ്പോൾ ശ്രുതി പണി തുടങ്ങി. ഇനി ഞാൻ പോയിട്ട് എൻ്റെ പണി തുടങ്ങട്ടെ, നല്ല ലേറ്റാവും. 2 മണി കൂടി ഞാൻ ചെയ്യണത്. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഞാനും പോട്ടെ. ഷീൽഡില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് എൻ്റെ അടുത്ത് എടുക്കട്ടെ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ശ്രുതി ഷീൽഡിലുള്ളത് എടുക്കാൻ വേണ്ടി വരും, അതുപോലെ കാര്യം ഇതെടുത്തിട്ട് വരും. അപ്പോൾ ഫൈനലി ആർജെ പണി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ആർജെ ഷീൽഡ് ഇട്ടതിൻ്റെ തന്നെ എടുക്കണത്, ഞാൻ ഷീൽഡ് ഇടാത്തതിൻ്റെ തന്നെ എടുക്കണം. അപ്പോൾ ആർജെ പാലെടുത്ത് തുടങ്ങി. ഫൈനലി ആർജെ പണി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ആർജെ ഷീൽഡ് ഇട്ടതിൻ്റെ തന്നെ എടുക്കണത്. പന്നിയാണോ കിച്ചുവാണോന്ന് അറിഞ്ഞൂടെ. എന്തായാലും ആർജയുടെ പാലെടുപ്പ് നടക്കട്ടെ. അങ്ങോട്ട് പോടാ, കറങ്ങിത്തിരി ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഷീൽഡ് ഇട്ടുള്ളത് അവിടെ എടുക്കും, ഷീൽഡ് ഇല്ലാത്തതാണ് ഞാൻ എടുക്കണത്. ഒരു നിരയിൽ തന്നെ 2 മരങ്ങളും ഉണ്ട്, അപ്പം 2 മാറി മാറി തന്നെ എടുക്കണം. എന്തായാലും അവ എടുത്ത് വരട്ടെ, ഞാൻ പോട്ടെ. എന്തോ മാറി പോകാൻ പാടില്ല. ഇതിൻ്റെ പാലെടുത്ത് ഒഴിക്കുന്നത് ഒരു ബക്കറ്റിലായിരിക്കണം, അത് അവരുടെ അടുത്ത് പറയുകയും വേണം. എന്തായാലും പാലെടുക്കട്ടെ. പാല് വളരെ കുറവാണ്, ചുറ്റും ഈ ബക്കറ്റ് നിറഞ്ഞില്ല. സാധാരണ ഈ ബക്കറ്റ് നിറഞ്ഞ് ബാക്കേണ്ട സമയമല്ലേ ശ്രുതി, ഒരു സൈഡ് എടുക്കുമ്പോൾ തന്നെ. ഇതിപ്പോൾ പാല് വളരെ കുറവാണ്. ശ്രുതി ഞാനും ചത്തു ഒരു സൈഡ് എടുത്തപ്പോൾ തന്നെ ഇനി അടുത്ത സൈഡ് എടുക്കണം. ശ്രുതിക്ക് പാടില്ലാതെ വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നു. എല്ലാം കൂടെ പെട്ട അവസ്ഥയായി പോയി. ഇനി ഞാൻ പോയി താഴത്തുനിന്ന് വീണ്ടും എടുത്ത് മുകളിലേക്ക് വരണം. നേരത്തെ കുടിച്ച് വീഡിയോ കാണുന്നതൊക്കെ അറിയില്ല, ശരിക്കും രണ്ടാളും തളർന്ന് സത്യം പറയാനായിട്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള സൈഡെടുത്ത് മുകളിലേക്ക് വരണം. ഞാൻ ശ്രുതിയുടെ സൈഡ് കൂടി അരിപ്പാൻ വേണ്ടി പോകണം, കാരണം ഈ എൻ്റെ ഒരു സൈഡ് തീർന്നു, സൈഡത്ത് ഇത്രയും ഭാഗം തീർന്നു, ഫുൾ താഴെ തീർന്നു. ഇനി ഈ ലെഫ്റ്റ് സൈഡത്ത് അവിടെ നിന്ന് താഴെ വരുന്നുണ്ട്. ഷീൽഡില്ലാത്ത ശ്രുതിയും തീർന്നു, ബാക്കി അടുത്ത സൈഡ് ശ്രുതി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ താഴത്തു നിന്ന് എടുത്ത് ഹെൽപ്പ് ചെയ്യാം, ശ്രുതി മുകളിൽ നിർത്തോളും പോയി ഹെൽപ്പ് ചെയ്യാം. രണ്ടാളും കൂടി രണ്ടാളും അങ്ങോട്ടും ഹെൽപ്പ് ചെയ്തെനിക്ക് ഇന്ന് നമ്മൾ പണി പെൻഡിങ് ആയി പോകും. അതുകൊണ്ട് ഇവിടെ പോയി തീർക്കട്ടെ. ഇപ്പോൾ തന്നെ സമയം 10 മണിയായി. ഇപ്പോൾ തന്നെ തളർന്ന് ഇപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് തീർക്കാം. അപ്പോൾ ഗൈസ് പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഓടി വരാം. എന്നിട്ട് നമുക്ക് വേറെ സ്ഥലം വരെ പോകാനുണ്ട്, പെരൂർ വരെ പോകാണ്ട്. അപ്പോൾ ഓടിപ്പോയി കുളിച്ച് ഫ്രഷായിട്ട് ഓടി വരാം. എൻ്റെ പണി പാടും. ശ്രുതിയുടെ താഴത്ത് കുളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഓടിപ്പോയി പോട്ടെ, ആരും വന്നാൽ മനസ്സിലാവും, കാണാൻ കണ്ടിട്ട് പണിയാവും. ഞാൻ ഓടണം താഴത്തേക്ക്. ശ്രുതി കുളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇവിടെ താഴ്ത്തു പോവാം. കുളിച്ച് പാലെടുപ്പൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട്. ചാർജറിൻ്റെ വള്ളി കംപ്ലൈൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ചാർജർ വാങ്ങാൻ പോയപ്പോൾ ഭയങ്കര പൈസയാണ് പറഞ്ഞത്. എൻ്റെ ഒരു കണ്ണ് ചുമന്നിരിപ്പുണ്ട് ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല. വേദനയൊന്നും കേട്ടോ.
അപ്പം ചാർജറിൻ്റെ വള്ളി വാങ്ങിക്കുമ്പോൾ ഇപ്പം 600 രൂപ 700 രൂപ പ്ലഗ് സെപ്പറേറ്റ് വാങ്ങണം. അങ്ങനെയൊക്കെ ആയപ്പോൾ പൈസ ഇല്ലാത്ത നമ്മൾ വാങ്ങിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് കൃഷ്ണ ചേച്ചീൻ്റെ ഒരു ചാർജർ നമുക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മൾ പാലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പേരൂർക്കോടെ വരാൻ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചേട്ടൻ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ചേച്ചിയുടെ ഹസ്ബൻഡ് കൊച്ചിനെ വിളിക്കാൻ വേണ്ടി വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നമ്മുടെ സ്വന്തം വഴി കൂടി നടന്ന് കയറിയാണ്. ആരുടെ അപ്പുറത്ത് കൂടി കയറുന്നുണ്ട്, ഞാൻ ഇപ്പുറത്ത് കൂടി കയറിയാണ്. എന്തായാലും ഭയങ്കര വെയിലാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഭയങ്കര വയറുവേദനയും പുറം വേദനയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആദ്യം അവിടെ കിടന്ന് വിളിക്കുകയും ആർജാണ് എല്ലാം ബുദ്ധിപരമായിട്ടുള്ളതാണ്. കറക്റ്റ് ടൈമിന് ഓട്ടോ വന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ടെന്ന് ഓട്ടോ വിളിച്ച് നമ്മളെ കിണറിൻ്റെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ നോക്കാം, നമുക്ക് എന്തോ പറഞ്ഞൂടാ. സഹായിച്ച് നമ്മളങ്ങനെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണത്തിലേക്ക് വന്നപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിണറിൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരം ബസ് കയറണം. ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നടക്കാതെ ബസ് 2 മണിക്കുള്ളിൽ അവിടെ എത്തണം. ഫോണിൽ നോക്കി നടക്കണം, മര്യാദയ്ക്ക് നോക്കി നടന്നു പോവാ. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ പോകണത് പേരൂർക്കടയ്ക്കാണ് പോകുന്നത്. പേരൂർക്കട പോയിട്ട് അവിടെ നിന്ന് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ചേച്ചീനെ കാണണം. ചേച്ചീൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് വരുന്നതാണ്, കൊച്ചിനെ വിളിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പം നമ്മൾ ആ സമയം നോക്കിയിട്ട് വേണം പെട്ടെന്ന് കയറാൻ. എന്തായാലും നോക്കാം, പെട്ടെന്ന് പോയിട്ട് ബസ്സിന് കയറാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ സീനാവും. ആദ്യം തന്നെ ഓടിക്കയറി ഞാൻ സൈഡ് സീറ്റ് വെച്ചിരിക്കാൻ കേസ് കണ്ടോ. എനിക്ക് സൈഡ് സീറ്റ് ശ്വാസം കിട്ടും. ആദ്യമായിട്ട് ശ്രുതി സൈഡ് സാധനം ഞാൻ പിടിച്ചു കൊടുക്കാറ് പല്ല് ചലച്ച്. എന്തായാലും പോയിട്ട് വരും. നമ്മൾ ബസ്സിലേക്ക് ചേച്ചിയെ പരിചയപ്പെട്ടു. ശശികല ചേച്ചി, അതെ ചേച്ചി നമ്മൾ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ചേച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും ചേച്ചിയെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. നമ്മൾ പേരൂർക്കട എത്തി. ഇനി ഇവിടെ ചേട്ടൻ വരാമെന്നാണ് പറയുക. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. എന്തായാലും വിളിച്ച് പറയട്ടെ. ഇവിടെ വെയിറ്റ് ചെയ്യണം കഴിച്ചിട്ടുണ്ട്. ആർജ് ദേവലേക്ക് ഞാനും ഇവിടെ ഇരിക്കൊണ്ട് ജോസ്റ്റർ അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാം. ചേട്ടൻ ദേ പോവുകയാണ്. സാധനം കൊണ്ട് തമ്മിൽ എടുക്കാൻ വേണ്ടി കാണിച്ചത്. ഇതാ സാധനം. ചേട്ടത്തോടെ വണ്ടി കയറുന്നു. ചേട്ടനാണ് വണ്ടി എടുത്ത് നിൽക്കുന്നത് കേട്ടോ. അതുപാട്ട് നിൽക്കുന്നത്. അതുപാട്ട് നമുക്ക് സാധനം കൊടുത്തിട്ടാണ് ഒന്നാണ് നമ്മൾ ചാർജർ വാങ്ങിച്ചു പോവാണ്. നമ്മളിപ്പോൾ നെടുമങ്ങാട് സ്റ്റേഷൻ, നമ്മളെ പേരൂർക്കട നമ്മൾ പുതിയ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം. കിണറിൻ്റെ ആൾക്കാരായിട്ട് അവർ വിളിച്ചിട്ട് സാധനം നിൽക്കുകയാണ്. നോക്കാം. അപ്പോൾ താഴെ അപ്പുറത്താണ് ബസ് കയറുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മൾ നടന്ന് റോഡ് ക്രോസ് ചെയ്യണം. അതൊക്കെ നോക്കി ക്രോസ് ചെയ്യണം. കൊച്ചിയല്ല, കൈയൊക്കെ കാണിച്ച വണ്ടി നിർത്തൂലെന്നാണ് ശ്രുതി പറഞ്ഞത്. തിരുവനന്തപുരം അങ്ങനെയല്ല എന്ന് പറഞ്ഞേക്ക് നോക്കാം. കൈ കാണിച്ചാൽ നിർത്തൂല്ലെന്ന് നോക്കണമല്ല. ബസ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് നമ്മൾ അവർക്ക് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നൊക്കെ. അൺബോക്സ് ചെയ്യാൻ ശ്രദ്ധിക്കും. അൺബോക്സ് വീട്ടിൽ പോയിട്ട് പറയാം ഗൈസ്. എന്തായാലും നമുക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പരുത്തിക്ക് വണ്ടിയാണ് ശ്രുതി പറഞ്ഞത്. 2:30 തിരുവനന്തപുരം നടക്കേണ്ടിയുണ്ട്. വെയിറ്റ് ചെയ്യാം. നമ്മൾ പേരൂർക്കടയിൽ നിന്ന് തിരിച്ച് പരുത്തിക്കുഴിയിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ അമ്മ വിളിച്ചിട്ട് അമ്മ വഴക്കുറയും. പൊട്ടവയിലത്താണോ നിൽക്കുന്നത് മോനെ എന്ന് വെച്ചിരിക്കുന്നതല്ല. അപ്പോൾ തിരക്കുണ്ട്. എന്തായാലും നോക്കട്ടെ, ആ ബസ് വരട്ടെ. 2:30 അവിടെ നിന്ന് എടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ആൾക്കാരുണ്ട്. നമ്മൾ തിരിച്ച് പരുത്തിക്കുഴി എത്തി. എന്തായാലും നമ്മുടെ കവർ വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. എന്തൊക്കെയാണെന്ന് ചേച്ചി തന്നേക്കും നമുക്ക് അറിയാൻ പാടില്ല. ഒരു ചാർജറിൻ്റെ വള്ളി തരാൻ വേണ്ടി വിളിച്ചിട്ട് ചേച്ചി ഒരു കവർ ഒരു സഞ്ചി തന്നിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് വല്ലതായിരിക്കും തോന്നുന്നു. പോയി നോക്കട്ടെ എന്താണെന്ന് പറഞ്ഞപ്പോൾ നോക്കിയിട്ട് പറയാൻ. എന്തായാലും വീട്ടിൽ പോയിട്ട് ബസ്സിനോട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ കണ്ടത് ബസ്സിനോട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പോവാം, വീട്ടിൽ പോകണം. നല്ല ഡിസൈനൊക്കെ ചെയ്യുന്നേ.
എന്തിനാ ഈ ചുമന്ന ഫുള്ളായിട്ട് കലാവിരുദ്ധാനം ചെയ്തൊക്കെ ഇവിടെ നിന്ന് കാണുമ്പോൾ കണ്ണനും രാധയും കൃഷ്ണൻ. ആ ഓ വീട്ടിൽ പോണു കേസ് ഫ്രണ്ടിൽ പോണു. അപ്പോൾ ശ്രുതിയെ പോണു. എടേ നിന്റെ ചേട്ടൻ പോണ ശ്രുതി, നിന്റെ അമ്മൂൻ്റെ അച്ഛനെ പോണ, നീ എന്താ മൈൻഡ് ചെയ്താ പോയത്? നീ അമ്മൂൻ്റെ അച്ഛനെ കണ്ടില്ലേ? അവരുടെ പേര് ഉദയനാണോ? ഞാൻ നിന്റെ ചേട്ടനാ ചോദിച്ചാണ്. പുള്ളി പുറത്തുനിന്ന് കഴിഞ്ഞപ്പോൾ നീ നോക്കിയില്ല, നീ ഇവിടെ എത്തി. നിനക്കൊരു ഉത്തരവാദിത്തം. പിന്നെ നീ ചോദിക്കാൻ പോകുന്നതാണ്. പുള്ളി നിനക്കൊരു ഹാജരാണ് അവളെ തിരിച്ചു വന്നത്. നമ്മളത് ആദ്യ സർക്കാരിലേക്ക് നടന്ന് പതുക്കെ വീട്ടിൽ പോകണം. ഇനി പതുക്കെ നടന്ന് മഴ കാരണം ഞാനൊരു ഇൻട്രോ എടുക്കട്ടെ. ഫോൺ താ, ഞാനത് റീൽ എടുക്കാൻ വേണ്ടി പോണു കേസ്. എൻ്റെ ഇൻട്രോയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര ഫാൻസാണ്. ഭയങ്കര ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പം എന്തായാലും നമ്മൾ പോട്ടെ കേസ്. നമ്മൾ ആദ്യം ഇൻട്രോ ഒക്കെ എടുക്കാം. ഇനി വീട്ടിൽ പോരാണ് ബാക്കി വിശേഷങ്ങൾ കേസ്. പോകാം, വീട്ടിലോട്ട് പോകാം. നമ്മൾ സ്വർഗത്തിലെത്തി, നമ്മളെ വീട്ടിലെത്തി. ശ്രുതി വാലോടുന്നുണ്ട്. പോയിട്ട് കുറച്ച് ഫാൻ കൊണ്ടോട്ടെ. വിയർത്ത് കുളിച്ചാണ് വീട്ടിലെത്തിയത്. പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ പനിയെ കൂരിയിട്ട് ഫാനിൻ്റെ കാറ്റ് വിട്ട് കുറച്ച് നേരം. ഭയങ്കരമായിട്ട് ചൂട് കേസ്. സംഭവം ഇവിടെ വീട്ടിനകത്ത് ചൂടുണ്ടാവില്ല, കാരണം മരങ്ങളോട് ചൂടുണ്ടാവും. പക്ഷെങ്കിലും ഒരു ഇതങ്ങുമല്ല, ചൂടിറങ്ങുമല്ലോ ഭൂമിയിൽ. ആ ഒരവസ്ഥയുണ്ട് ശരിക്കും. അങ്ങനെ വിയർത്തുണ്ട് ശരിക്കും. അപ്പോൾ നമുക്കൊരു ഡ്രസ്സ് മാറിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാം ആദ്യം. വന്നപ്പോൾ ഫസ്റ്റ് പാത്രം കൈക്കൊണ്ടിരിക്കുകയാണ്. പാത്രം കൈ തീർക്കട്ടെ. കിച്ചോടെ വന്ന് വെയിറ്റ് ചെയ്യാൻ ഫുഡിന് വേണ്ടിയിട്ട് കൊടുക്കാം. കറി ആവാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ, വെയിറ്റ് ചെയ്യട്ടെ. ശ്രുതി പാത്രം കൈക്കൊണ്ടിരിക്കുക. ഞാൻ ആ സമയത്ത് ഇവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള മാവ് അപ്പം ചുട്ട് വെക്കാൻ വെച്ചിട്ടാണ്. വെറുതെ മാവ് കളയാൻ പറ്റില്ല, ഇത്രയും മാവ് കളയാൻ പറ്റില്ല. അപ്പം ചുട്ട് വെച്ച് നമുക്ക് വാരപ്പെടും. ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പം ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ആവട്ടെ. അപ്പോൾ ബാക്കിയുള്ള കുക്കിങ്ങിന് ശ്രുതി വന്നിട്ടേക്കും ഒക്കെ ചെയ്യണത്. എന്നാൽ ശ്രുതി വരട്ടെ. ഇന്നത്തെ ചിക്കൻ കറി ഉറപ്പാട് വെറൈറ്റി ചിക്കൻ കറി ആയിരിക്കും. റെസിപ്പി എന്തായാലും നമ്മൾ ബ്ലോഗ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ബ്ലോഗിൽ നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്യാൻ മസ്റ്റായിട്ടും. വിഷയങ്ങളൊക്കെ ബാക്കി വരുന്ന കാണാം, എന്താണ് സംഭവം ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന്. പിന്നെ നമുക്കൊരു പൊതിച്ചോറ് ഒരു കറി പൊതിച്ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറ് പിന്നെ കഴിക്കുമ്പോൾ കാണിച്ചിട്ട് എന്തൊക്കെയാണ് പൊതിച്ചോറുള്ളത്. എന്തായാലും അപ്പം ഉണ്ടാക്കിട്ടോ ഞാൻ പെട്ടെന്ന്. ശ്രുതി കുക്കിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. ശ്രുതി അതിനുള്ള പരിപാടിയിലേക്കാണെങ്കിൽ ശ്രുതിയുടെ കുക്കിംഗ് പരിപാടി കലാപരിപാടി ഫാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ കുക്കിങ്ങിൻ്റെ റെസിപ്പി ബ്ലോഗ് വേറെ എടുക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി ബ്ലോഗ് സെപ്പറേറ്റ് റെസിപ്പിയായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കുക്കിംഗ് ചെയ്തിട്ടെ. നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ റബ്ബർ വെട്ടുന്ന ചേട്ടനും ചേച്ചി വന്ന് ചായ കുടിച്ച് പോയി. ഇവിടെ വിവാദമായ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അവർ കൊടുത്തുവിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിവാദവും പ്രശ്നമൊക്കെ ആയ ഡ്രസ്സാണ് അല്ലേ ശ്രുതി? അത് നമ്മൾ കൊടുത്തിട്ട് കിച്ചൺ വാങ്ങി തിരിച്ച് ഓടിയെത്തി. കിച്ചണിന് ചോറ് മാത്രം വെച്ചിട്ടുള്ളൂ, കറി വെച്ചിട്ടില്ല. കറി വെക്കാൻ വെച്ച് വെയിറ്റ് ചെയ്യണം വെച്ചു. കറി എടുക്കാൻ സമയം എടുക്കും. വെയിറ്റ് ചെയ്യാൻ തയ്യാറാണോ? എന്നാൽ വെയിറ്റ് ചെയ്യൂ, സമയം എടുക്കും അല്ലേ ശ്രുതി? അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിംഗ് പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ കഥയും പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല, കുഴപ്പമില്ല അല്ലേ? അപ്പോൾ നമുക്ക് കുക്കിംഗ് ഇന്നിപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അത് ബ്ലോഗായിട്ട് റെസിപ്പി ആയിട്ട് കാണാം. എനിക്ക് വേണ്ട, എനിക്കൊണ്ട് കുടിച്ചോ. എനിക്ക് വേണ്ട, എനിക്ക് ചായ വേണ്ട. ഞാൻ ചായ കുടിക്കാൻ പാടില്ല, അത് ശീലം വേണ്ട, നല്ലതല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന കുടിക്കുന്നത് ഇഷ്ടമല്ല. ഇതെന്താ ഇങ്ങനെ കുടിക്കുന്നത്? നീ ചായം കുടിക്കണത് പോലെ കുടിച്ചിട്ട് ആ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു. ചൂടാറി വലിയ ചൂടായിപ്പോയി, ആറി ഉണങ്ങിയിരിക്കുന്നു, ചൂടായിപ്പോയി. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ സാധനവും ഒതുക്കി വെച്ച് കഴിഞ്ഞു. ഇനി കുക്കിംഗ് ആണ്. അപ്പോൾ അതിനുള്ള ശ്രുതി എന്തൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദ്യം ഒതുക്കി കൊടുത്തേട്ടാ, കാരണം നമ്മൾ കുക്കിംഗ് ബ്ലോഗ് എടുക്കുമ്പോൾ വൃത്തിയായിരിക്കണമല്ലോ കാര്യങ്ങളൊക്കെ അല്ലേ ശ്രുതി? അതങ്ങനെ. ആ പൊതിച്ചോറ് മാറ്റി കേട്ടോ. പൊതിച്ചോറ് നമുക്ക് കിട്ടിയതാണ് ഗൈസ്. അത് നമുക്ക് കുറച്ചിട്ട് കഴിക്കാനുള്ളതാണ്. അത് മീൻകറിയല്ല, സാമ്പാറാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ കിച്ചന് കൊടുത്തില്ല. അല്ലെങ്കിൽ കിച്ചന് കുറച്ച് മീൻകറി വെച്ച് കുഴച്ച് കൊടുക്കായിരുന്നു അല്ലേ? ആ കറി എടുത്ത് കൊടുക്കായിരുന്നു. പക്ഷേ കിച്ചണിൽ നിന്ന് ചിക്കൻ കറിയാണ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് അവൻ കട്ട വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് അവൻ പോവില്ല, അവൻ വെയിറ്റിംഗ് ആണ് അല്ല ശ്രുതി? അതുകൊണ്ട് അവൻ പോവില്ലല്ലോ. അവനറിയാം, അവൻ എന്ത് സാധനമാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ അവന് കൊടുക്കും.
ഇവിടെ എപ്പോഴും എന്തുണ്ടാക്കിയാലും ഫസ്റ്റ് കഴിക്കുന്നത് അവനാണ്. അവൻ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഓടിക്കളഞ്ഞ നമ്മൾ കഴിക്കുന്നതല്ല. മറ്റേ ആദ്യ സിനിമയില് നമ്മുടെ അല്ലു അർജുൻ പട്ടീനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിടുമ്പോ പട്ടീനെ ട്രെയിൻ ചെയ്ത് ഉറക്കി കിടത്തുന്ന പോലെയൊക്കെ അല്ലേ, അവനൊന്നും അങ്ങനെ ഉറക്കി കിടക്കുന്ന പോലെ കിടക്കൂല, അതുകൊണ്ട് കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കാം. ഗരം മസാല പൊടിച്ചപ്പോൾ തന്നെ മണം എടുത്ത് കിച്ചും മണത്ത് നോക്കുകയാണ് എല്ലായിടത്തേക്കും. കൊള്ളാം, ഗരം മസാല മണം അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിക്കൻ ഉണ്ട്, ചിക്കൻ വെയിറ്റിംഗ് ആണ്. ഞാൻ കണ്ടതാണ് ചിക്കൻ കഴുകിയത്, അതുകൊണ്ട് ഞാൻ പോകില്ല, എനിക്ക് ചിക്കൻ തരാതെ എന്നിട്ട് നോക്കി നിൽപ്പാണ്. ചിക്കൻ കഴുകിയ വെള്ളമൊക്കെ അവൻ കുടിച്ചു, അതോടെ കാര്യം. ആ വെള്ളമൊക്കെ അവൻ കുടിക്കും, അതൊക്കെ കുടിച്ച് വൃത്തിയാക്കി അതിനോട്ട് വയറൊക്കെ നിറച്ച്. നമുക്കിത് കൃഷ്ണ ചേച്ചി തന്നെങ്കിൽ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു ചാർജ് തരാമെന്നും പറഞ്ഞ് വിളിച്ചതാണ്, പക്ഷെ ഒരു സഞ്ചിയാണ് കിട്ടിയില്ല. ഇതിൽ എന്തൊക്കെ ഉള്ളൂ ഫസ്റ്റ് തന്നെ നമുക്ക് തരാമെന്ന് പറഞ്ഞ സി ടൈപ്പ് ചാർജർ, നോക്കിയുടെ ആണ്, ഒറിജിനൽ ആണ്. അപ്പൊ നമുക്ക് ചാർജർ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഹൈദരാബാദ് ചേച്ചി പോയപ്പോ ചേച്ചി എനിക്ക് വേണ്ടി സ്നാക്സ് കൊണ്ടുവന്നിരുന്നു. താങ്ക് യു സോ മച്ച്. ഡെപ്പ എനിക്ക് കിട്ടി, ഡെപ്പയുടെ ആളാണ് ഞാൻ. സെക്കൻഡ് വൺ, വാവ് സൂപ്പർ ഡ്രസ്. അടുത്തത് മിക്കിയുടെ ഷർട്ട്. ഐ ലവ് ഇറ്റ്. ഓ മൈ ഗോഡ്, എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ആണ് മിക്കി. ടോമാൻജർ ഇഷ്ടമാണ്, എന്നാലും മിക്കിയാണ് കൂടുതൽ ഇഷ്ടം. മിക്കിയുടെ ടോയ് ഒക്കെ എനിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് സൂപ്പർ പച്ചക്കറി ജിങ്കിച്ചു. അപ്പൊ എനിക്ക് ഇനി ആർജന്റെ ഒപ്പം ബ്ലാക്ക് കിട്ടുന്ന നെക്സ്റ്റ് ബനി. ഇത് എനിക്കാണ് ആർജ, നിനക്കല്ല. ബാക്കി ഇരുന്നിട്ട് അങ്ങനെ ആദ്യക്ക് ചേരണമെങ്കിൽ ആർജയ്ക്ക് തരും. ആദ്യ ഡ്രസ് ഞാൻ ഇടാറുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം അല്ല ആദ്യ. അപ്പൊ ഇതൊക്കെ തന്നിരിക്കുന്നത് കൃഷ്ണ ചേച്ചിയും നീലിമയും അനു ചേട്ടനാണ് കൊണ്ടുതന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. അനു ചേട്ടൻ സ്കൂളിൽ കൊച്ചിനെ വിളിക്കാൻ വേണ്ടി വന്നതിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ചിട്ടാണ് ഇത് കൊണ്ട് തന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെന്നൈയിലോട്ട് പോവേണ്ട 26-ന് തിരിച്ചു വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കാരണം ചേച്ചി എനിക്ക് ചാർജറാണ് മെയിനായിട്ട് തരാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ചാർജർ കംപ്ലൈൻ്റ് ആയിരുന്നു. എനിവേ ഇത് വർക്കാവുന്നില്ല. ഇത് വർക്കാവാൻ നോക്കാം. യെസ് യെസ് യെസ്, ചാർജ് കേറുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കിനി ചാർജറായി. ഇത് നോക്കിയുടെ ആണ് കേട്ടോ, സൂപ്പർ. വെയിറ്റ് ചെയ്യട്ടാ, ഞാൻ ഇവിടെ അടുത്തുണ്ടോ കേട്ടോ. വരുന്നുണ്ടോ മാ, വരുന്നുണ്ട്. ഇത് വാടാ. വെള്ളം എടുത്തുണ്ടോ കേസ്. ഇരുട്ട് ഓൾറെഡി ഇരുട്ടായി തുടങ്ങി. ഒരുപാട് ഇരുട്ടുമ്പോൾ വെള്ളം എടുത്തുണ്ടോ പണിയാവും. അത് വേറൊരു പ്രശ്നം. ഇരുട്ട് ഫാസ്റ്റായിട്ട് ഇറങ്ങി പിന്നെ നമുക്ക് അങ്ങോട്ടുള്ള എടുക്കാൻ വേണ്ടി പോകാൻ പറ്റില്ല. നമ്മൾ ഈ സമയത്ത് വെള്ളം എടുക്കാൻ വേണ്ടി ഉണ്ടാവാറില്ല. പക്ഷേ പിന്നെ കുക്കിംഗ് ചെയ്ത് വന്നപ്പോഴേക്കും വെള്ളം തീർന്നു, ബക്കറ്റോട് വെള്ളമില്ല. അപ്പോൾ നമുക്ക് നാളെ രാവിലെ എണീച്ചാൽ പല്ലിയാക്കാൻ വേണ്ടി, രാത്രി പല്ലിയാക്കാനും കൈ കഴുകാനും കുക്കിങ്ങിൻ്റെ ബാക്കി പേരെടുക്കുന്ന വെള്ളമില്ല. അപ്പോൾ ബക്കറ്റ് വെള്ളം എടുത്ത് നടക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിണർ റെഡിയായി കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു അലച്ചിൽ കുറച്ചൊക്കെ മാറും. ആ ഏറ്റവും വലിയ ഗുണമുള്ള കാര്യം. അപ്പോൾ കിണർ കിണറ്റിൻ്റെ വൃത്തിയാകും. ആ നമ്മുടെ ഏറ്റവും വലിയ പ്ലാൻ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും നമുക്ക് താഴത്തെ പോയിട്ട് സോറി എന്നിട്ട് ഫസ്റ്റ് താഴത്തിറങ്ങിയിട്ടുണ്ട്. സോറി ഇത് പോകുന്നു ബക്കറ്റായിട്ട്. സോറി കാല് ബക്കറ്റോടും ഉമ്മയോടും എടുക്കാണ്. തിരിച്ചുമ്പോൾ ഉള്ള ബക്കറ്റ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ശ്രുതി ഓടിക്കളയും ഫാസ്റ്റായിട്ട്. നമുക്ക് പോവാം.
എടുത്തോണ്ട് വന്ന് നമ്മുടെ കിണറൊന്ന് റെഡിയായി കഴിഞ്ഞാൽ ആർജയ്ക്ക് നടുവൊന്ന് നിവർത്താൻ വെള്ളം ഏറ്റണ്ട. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ആർജ എനിക്ക് ഏറ്റി തരണത്. പാവം. എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. ഇരുട്ടി സന്ധ്യയായി. ഇപ്പോഴും വീട്ടിലൊരാൾ കാവലിരിപ്പുണ്ട്. പോയാന്ന് അറിഞ്ഞൂടാ അല്ലേ ആർജേ? നമ്മുടെ കറിക്ക് വേണ്ടി ഒരാളവിടെ വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ്. നോക്കാം പോയിട്ട്. അങ്ങനെ ആർജ വെള്ളം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത് വെക്കാം എടുക്കും. വെള്ളം കൊണ്ട് ഉള്ളിൽ ഏറ്റവും വലിയ മെയിൻ പണി ഈ വെള്ളം കൊണ്ടല്ലാണ്. ഇച്ചിരി ടാസ്ക് അതിൻ്റെ ഹാർഡായിട്ടുള്ള പണിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ വെള്ളം എടുക്കുന്ന പണി കഴിഞ്ഞാൽ ഒരു സമാധാനം വെച്ചാൽ മനുഷ്യനൊരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ. ഡ്രസ്സൊക്കെ മാച്ചിങ് നിനക്ക് ഭാഗമാവും. എന്താണ് ഗൈസ്, നമ്മുടെ മാവിന് മാങ്ങ വീണായിരുന്നു. കറക്റ്റ് വീടിൻ്റെ മൂട്ടിൽ എന്തോ കല്ല് വീണ പോലെ കേട്ടായിരുന്നു. അപ്പോൾ ശ്രുതി പോയി നോക്കിയ അപ്പോൾ മാങ്ങയാണ്. നമ്മുടെ മാവിന്ന് കിട്ടാൻ മാങ്ങ, പഴുത്ത മാങ്ങ കിട്ടി. ആദ്യമായിട്ടാണ് ഈ മാവിനൊക്കെ ഇങ്ങനെ കിട്ടുന്നത്. വല്ലപ്പോഴും കിട്ടുന്നുണ്ടല്ലേ? ഒന്നും മാങ്ങ നല്ല വലിയ പുഴുണ്ടോ നോക്കാതെ. അങ്ങനെ അടിപൊളി മാങ്ങ. പുഴുണ്ടോ നോക്കണം. പുഴുണ്ടോ നോക്കട്ടെ. പുഴുവില്ലാതിരിക്കട്ടെ. പുഴുണ്ടോ? പുഴുണ്ടെന്ന് ശ്രുതി ടോർച്ചടിച്ച് നോക്കുകയാണ്. എന്തെങ്കിലും പണിയാവും. പുഴുവില്ലേ? അടിപൊളി. പുഴുവിനകത്ത് നല്ല അടിപൊളി മാങ്ങ. പൊളി. ഇത് താളി മാങ്ങയാണ് കേട്ടാ. പുഴുവില്ല. വേനൽക്കാലായോണ്ട് പുഴുവില്ല. പൊളി. അപ്പൊ ആർജെ മാങ്ങ കടിച്ചത് ടേസ്റ്റ്. ഒരാളെ കടി 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 കടി. ഇന്ന് നമുക്ക് കിട്ടിയ ഫസ്റ്റ് പൊതിച്ചോറ് ഇതൊക്കെയാണ്. പൊതിച്ചോറിൽ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് ശ്രുതി കാണിച്ചിട്ടുണ്ട്. അവിയലുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പൊതിച്ചോറ് ഇന്ന് കളർഫുൾ ആണ്. മഞ്ഞയും ചുവപ്പരി വെള്ളയും മഞ്ഞയും. പിന്നെ എന്ത് കറിയാണ് ശ്രുതി പൊതിച്ച് തുറന്നോട്ടെ. അപ്പം എല്ലാം അറിയുള്ളൂ. ഫൈനലി ഗൈസ് ആർജ് ചോറ് കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് ആർജെ? ടേസ്റ്റ് ഉണ്ട്. ഒറ്റയ്ക്ക് തിന്നിട്ട് പറയണുണ്ടോ? അടിപൊളി ടേസ്റ്റ് ഉള്ളത്. ഞാൻ എന്തിനാ ശ്രുതി ഇറച്ചിക്കറിയും കൂടെ കഴിക്കുകയാണ് ഗൈസ്. ഇറച്ചിക്കറിയും കൂടി ചേർത്ത് കഴിക്കാനുള്ള പ്ലാനാണ്. സാമ്പാറും ഇറച്ചിക്കറിയും കൊള്ളാം. എന്താ നല്ല കോമ്പിനേഷനാണ്. കുറച്ച് അവിയലെടുക്കുക, കുറച്ച് തോരനെടുക്കുക, ഇവിടെ നിന്ന് കുറച്ച് ചോറും ഇവിടെ നിന്ന് കുറച്ച് കറിയും. ശ്രുതിക്ക് മാത്രം ഇങ്ങനെ പറ്റുള്ളൂ. ആർക്കും പറ്റില്ല ഇങ്ങനെ കഴിക്കാൻ. എൻ്റെ ശ്രുതി ഇതൊക്കെ ശ്രുതിയുടെ മാത്രമുള്ള കോമ്പിനേഷൻസ് ആണ്. കഴിവാണ്. അതാണ് കഴിവ്. അങ്ങനെയുണ്ട്. ചിക്കൻ കറി സ്പോൺസേർഡ് ആണ്. അത് പറഞ്ഞ കാര്യം. ചിക്കൻ കറി റെസിപ്പി നമുക്ക് വരുന്നുണ്ട് യൂട്യൂബില്. അത് സ്പോൺസർ ചെയ്ത് പറഞ്ഞാണ് റെസിപ്പി ഇടണം പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള സ്പോൺസേർഡ് ചിക്കൻ കറിയാണ്. എന്തായാലും കൊള്ളാം. പൊളി ടേസ്റ്റിലെ ശ്രുതി. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ കഴിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയോടെ കളർ ചെയ്തോണ്ടിരിക്കാം. കളർ ബുക്കിന് ശ്രുതിക്ക് ഇങ്ങനത്തെ ഒരു ശ്രുതിക്ക് പണ്ട് ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ക്ഷീണമൊക്കെ ഇപ്പം ചെയ്ത് തീർക്കാണ്. ഇതിപ്പോ ഇതിനു മുമ്പ് ഞാന് ചീറ്റയുടെ പോയി ശ്രുതി ചീറ്റ കളർ ചെയ്തിട്ടുണ്ട്. സിംഹം ചെയ്തു. സിംഹം ഇത് ആദ്യം ഫിനിഷ് ചെയ്തിട്ടില്ല. ഒരു ഉത്തരവാദിത്തമല്ല. ശരിക്കും കളറിങ് ചെയ്യുന്നത് ഒരു റിലാക്സേഷൻ ആണ്. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. ശരിക്കും അതാണ് ശ്രുതി എന്താ ചെയ്യുന്നുണ്ടോ ചെയ്യട്ടെ. മൈൻഡ് ഫ്രീ ആവണം. എനിക്ക് ഇന്നിപ്പോ ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ട് ഗുളി കഴിച്ചിട്ട് കിടക്കും ഗൈസ്. നമ്മൾ രാത്രി എന്തായാലും നിങ്ങളും പല്ല് തേക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും. നമ്മുടെ ഹാർട്ടിൻ്റെ ഒക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ് രാത്രി പല്ല് തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളും ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത്രയ്ക്കും വിശേഷങ്ങൾ
ചെയ്യാം. അതാണ് നല്ലതാണ്. തന്നെ പല്ലേക്കണമെന്നില്ല. അതെ അതെ, നല്ല ശീലമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യൂ ഗൈസ്. നമ്മളുടെ അടുപ്പ് കത്തിക്കാത്തതുകൊണ്ടാണ് ഉമ്മിക്കരി ഇല്ലാത്തില്ല. നമ്മൾ ഉമ്മിക്കരി ചെല്ലിച്ചുണ്ട് നമ്മൾ കരിക്കട്ട വെച്ച് പല്ലേക്കാറുണ്ട്. കാരണമായിരുന്നു. ശരിക്കും കരിക്കട്ട നോക്കിയെടുക്കണം. ചില കരിക്കട്ട ഇട്ട് വെച്ചാൽ പല്ലിന്റെ ഇനാമിൻ പോവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ നമ്മളെ ഡേ മൈ ലൈഫ് വ്ലോഗ് ഇത്രയൊക്കെ വിശേഷങ്ങൾ, വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഇന്ന് ഫുഡൊക്കെ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. എല്ലാം കൊണ്ടും ഇനിയിപ്പോ ചിക്കൻ കറി 2 ദിവസത്തേക്ക് ഓടാനുണ്ട്. അതാണ് ഇന്നത്തെ ഡേ മൈ ലൈഫിൽ ചില ട്രാവലൊക്കെ കാണിച്ചു തോന്നുന്നു. അതെ, ചെറുതായിട്ട് നമ്മള് ആ ചാർജർ വാങ്ങാൻ പോകുന്ന ആ ഒരു ഇത് മാത്രം. അപ്പൊ എന്തായാലും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ്സിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പൊ നമ്മൾ കമന്റ്സ് പെൻഡിങ് വന്നതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ മാക്സിമം പെൻഡിങ് വരാതെ റിപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാൻ മറക്കാതെ. പുതിയൊരു വ്ലോഗുമായി വരും നമ്മൾ, വീണ്ടും വരുന്നതായിരിക്കും. താഴെ നമ്മൾ രണ്ടാലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ രണ്ടാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാലും ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടുപേരും ഫോളോ നമ്മൾ ഇതിൽ കാണാത്ത പല ഷോർട്സ് നമ്മുടെ ഇൻസ്റ്റയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റോറിയിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. കാരണം റീൽസ് ഇപ്പോൾ ആരെയും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ചിലതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അൺഎക്സ്പെക്ടഡ് മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മുടെ റീൽസ് വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ നമ്മുടെ സ്റ്റോറിയിലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എവിടെ പോയാലും ഫാസ്റ്റ് നമ്മൾ സ്റ്റോറി ഇടും. എവിടെ പോവാണെങ്കിലും വേണ്ടാലും റീലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ലൈവായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം. അപ്പം ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താമസം അടുത്ത വീഡിയോ വരുന്നേക്ക് എല്ലാവർക്കും അടിപൊളി. ബൈ.